അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച എന്തോ ഒരു വെളിപാടുണ്ടായിട്ട് എക്സിബിഷന് പോകാനായിട്ട് റെഡിയായി. കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, ഞാൻ ബാംഗ്ലൂരായിരുന്നേ. ഇപ്രാവശ്യം എന്തായാലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമല്ലേ, ഞായറാഴ്ച ഏട്ടന് ലീവാണ്. ലീവ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതൊരു 3 മണിയാകുമ്പോൾ കഴിയും. അങ്ങനെ 3:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങി. റോഡിൽ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. 5:30 ആകുമ്പോഴാണ് അവിടെ എത്തിയത്. കാർപ്പറ്റ്, ബെഡ്, സെറ്റി, സോഫ എല്ലാം നമുക്ക് ഈ സൈഡ് ക്ലീൻ ചെയ്യാം. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഡസ്റ്റിന് മുകളിലൂടെ ജസ്റ്റ് അങ്ങോട്ടും റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. പൊടിയൊക്കെ തനിയെ ഇതിനകത്തോട്ട് കയറി വന്നോളൂ, തുറന്ന് കളഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ ഉലകം ചുറ്റും വാലിബനായിട്ട് വണ്ടി എടുത്ത് തേരാപാരം നടക്കുന്നവരായ കാരണം നമ്മൾ കഴിച്ചതും നമ്മൾ പോയോർത്ത മണ്ണും പൊടിയും എല്ലാം ഉണ്ടാകും വണ്ടിയുടെ ഉള്ളിൽ. അപ്പോൾ എപ്പോഴും നമുക്കത് ക്ലീൻ ആക്കലാണ് പണി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലേ, വിവരം നോക്കിയിട്ട് പറയാം. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്നത് പോയിട്ട് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മൾ പള്ളിയിലെ അപ്പം വാങ്ങിക്കാൻ പോകുന്ന പോലെ ക്യൂ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മുകളിൽ തൂങ്ങി കിടക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടാണ് കട അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 സൈഡിൽ വെച്ച സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇതിലും ഭേദം ഒരു സിനിമയ്ക്ക് പോയാൽ മതിയായിരുന്നു. നമുക്ക് സീറ്റിലിരുന്ന് വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ച് തിരിച്ചു പോരായിരുന്നു. ഏത് നേരത്താണാവോ എക്സിബിഷന് വരാൻ തോന്നിയത് എന്ന് വരെ ചിന്തിച്ചു പോയി. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. കുറേ അച്ചാർ ടേസ്റ്റ് ചെയ്തു, വാങ്ങിച്ചു, ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ നല്ല തിരക്കിൻ്റെ ഇടയ്ക്ക് ഫാനിൻ്റെയും കൂളറിൻ്റെയും സ്റ്റോറുകൾ വരുമ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കാറ്റ് കൊണ്ടുപോകുന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ആകെ കൂടി വാങ്ങിച്ചിട്ടുള്ളത് സോഫയ്ക്കുള്ള വിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വെൽവെറ്റിൻ്റെ. അത് കഴിഞ്ഞ് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ, തൃശ്ശൂർ ദേവസ്വത്തിൻ്റെ, പോലീസിൻ്റെ, NCCയുടെ അങ്ങനെ കുറേ ഔട്ട്ലെറ്റ്സ് ഒരു ഡെമോ പോലെ അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ കയറി. ISROൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഫുള്ള് എടുത്ത് കാണാനുള്ള കാഴ്ചകളുണ്ട്. പക്ഷെ നമ്മൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ടും അത്രയും തിരക്കുള്ളത് കൊണ്ടും ഒന്നും വിശദമായിട്ട് കാണാൻ പറ്റില്ല. വേഗം പിടിയെന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അടുത്തൊരു ആൻറ്റീക് ഷോപ്പിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള ഏട്ടൻ വാങ്ങിച്ചതാണ് കേട്ടോ, പഴയ കാല നാണയങ്ങൾ. ആൾക്ക് നാണയത്തിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരത്തെ തിരക്കിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങി അത്താണിയിൽ നിന്ന് ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ മദേഴ്സ് ഡേ ആയിട്ടൊന്ന് പുറത്ത് പോയി വന്നു.